തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഇപ്പോൾ ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി പോലീസ് എപ്പോഴാണ് എത്തുക? ഈ അന്വേഷണം ഏതുവരെ ആയിട്ടുണ്ട്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഗോപി, ഈ കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കൊലപാതകം നടന്നത് ഈ കല്ലറ പാങ്ങോടുള്ള സൽമ ബീവിയായിരുന്നു. ഈ സൽമ ബീവിയുടെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ്. പാങ്ങോട് പോലീസാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടുത്തെ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അപ്പോൾ അവിടെ എത്തി ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ട് ഓപ്ഷനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത്, ഒന്ന്, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മജിസ്ട്രേറ്റിനെ അങ്ങോട്ടേക്ക് എത്തിച്ച് റിമാൻഡ് ചെയ്യുക. റിമാൻഡ് ചെയ്തതിന് ശേഷം ഈ പ്രതിയെ അവിടുത്തെ പ്രത്യേക സെല്ലിൽ തന്നെ തുടരുക. അതിനുശേഷം ബാക്കി 5 കേസുകൾ, അതായത് ബാക്കി 4 മർഡർ കേസുകളും ഒരു മർഡർ അറ്റംപ്റ്റും, ആ 5 കേസുകളും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണുള്ളത്. ആ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ SHOവും ഒപ്പം തന്നെ ആറ്റിങ്ങൽ DYSPയും ഈ ഗോകുലം മെഡിക്കൽ കോളേജിലുള്ള ഷെമി, ഈ അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്താനും ഒപ്പം തന്നെ ഈ പ്രതിയായിട്ടുള്ള അഫാനെ ഇൻട്രോഗേറ്റ് ചെയ്യാനും ഈ മെഡിക്കൽ കോളേജിലേക്ക് പോവുക. ഇങ്ങനെ 2 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒരുപക്ഷെ ഈ പ്രതിയെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാലൊന്നോ ഒരുപക്ഷെ നെടുമങ്ങാട് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസ് 2 സാധ്യതയും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇൻട്രോഗേഷനൊക്കെ പിന്നീടായിരിക്കും. അല്പസമയത്തിന് ശേഷം ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗോകുലം മെഡിക്കൽ കോളേജിലെത്തും. ഇവിടെയാണ് പ്രതി അഫാന്റെ അമ്മ ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായിട്ടാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പോലീസിന് വേണമെങ്കിൽ നേരിട്ടെത്തി മൊഴിയെടുക്കാനുള്ള അനുമതിയും ഡോക്ടർമാർ ഇന്ന് തന്നെ നൽകി കഴിഞ്ഞു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ മൊഴി എന്ന് പറയുന്നത് അഫാന്റെ മാതാവ് ഷെമിയുടേതാണ്. കാരണം തിങ്കളാഴ്ച ദിവസം രാവിലെ ആ വീട്ടിൽ എന്തു നടന്നു എന്നുള്ളത് ഷെമിക്ക് മാത്രമാണ് പറയാനാവുക. ഈ അഫാന്റെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും. അതാണ് നിലവിലത്തെ അവസ്ഥ.